എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം മഴ പെയ്തിട്ട് ഇതേ നമ്മുടെ മതിലെല്ലാം നല്ല പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നിൽക്കുന്നതാണ് നമ്മുടെ ജാതിച്ചെടി. ഈ ജാതിച്ചെടിയും അതിൻ്റെ മുകളിലേക്ക് മാവും അതേപോലെ തന്നെ മന്ദാരം ഒക്കെ ആയിട്ട് ഇവിടെ ഒരു കാടിങ്ങനെ നിൽക്കുന്ന ഒരു പ്രതീതിയാണുള്ളത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ പുറകിൽ പറമ്പിലോട്ട് പോയാലും മൊത്തത്തിൽ മരങ്ങളാണ് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക, അപ്പോൾ അതിൻ്റെ ഒരു കുളിർ കാറ്റേറ്റ് ഇങ്ങനെ ഇരിക്കുക എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഫീലാണ്. നമ്മൾ കുറേ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഹസ്ബൻഡും വൈഫും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതല്ല ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ജീവികളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം അല്ലേ. അപ്പോൾ അതൊരു വല്ലാത്തൊരു പറയുന്നത് ഒരു വൈബാണത്. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അത് ചെറിയ ചെറിയ വീഡിയോസായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം കുട്ടിക്കാലത്ത് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാനും അച്ഛനും അമ്മയും ആങ്ങളെയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. അച്ഛൻ കൃഷിപ്പണി ആണ്, കർഷകനാണ് കേട്ടോ. എന്താ വെച്ചാൽ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു, വയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അച്ഛൻ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അച്ഛനിപ്പോൾ ഏകദേശം 80 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും എൻ്റെ അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കൊരു സഹോദരനുണ്ട്. സഹോദരനും ഞാനും കൂടിയാണ് കുട്ടിക്കാലത്ത് അടിച്ചും അതേപോലെ തന്നെ കളിച്ചുമൊക്കെ വളർന്നു വന്നത്. ഞങ്ങൾ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെയുള്ളതാണ് അല്ലേ. സഹോദരങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിന്നെ സ്നേഹവും ഒക്കെയാണ്. അപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കൂളിലേക്ക് പോകാൻ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട് വീട്ടിൽ നിന്നും. അപ്പം നടന്നാണ് പോകുന്നത്. അതിലേക്കൂടെ ബസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ബസ് കൂടെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബസ്സിൽ കയറണമെങ്കിൽ തന്നെയും കുറച്ച് നടക്കണം. അപ്പോൾ അവിടെ നടന്ന് ആ ബസ് കാത്ത് നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് സ്കൂളിലെത്താൻ പറ്റും. അപ്പം ഞാനാണെങ്കിൽ എളുപ്പ വഴി കൂടെ തോട്ടവും വയലും ഒക്കെ കടന്ന് ഇങ്ങനെ ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ കൊണ്ട് പെട്ടെന്ന് അങ്ങ് എത്തും. അപ്പം രാവിലെ 7:30-ക്കാണ് നമുക്ക് ഇതേപോലെ ട്യൂഷനുള്ളത്. സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടെങ്കിൽ 7:30, അല്ലാതെ 8 മണി. അതിനുശേഷം 10 മണിക്കാണ് സ്കൂളിൽ ബെല്ലടിക്കുന്നത്, അന്നത്തെ സർക്കാർ സ്കൂളിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 7 മണിയാകുമ്പോൾ ഇറങ്ങിയാലേ 7:30 അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്പെഷ്യൽ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ പലപ്പോഴും 8 മണിക്ക് ക്ലാസ് ഉള്ളപ്പോൾ താമസിച്ച് ചെല്ലുകയും സാറന്മാരെ നിന്ന് അടിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ രാവിലെ ചെന്നില്ലെങ്കിലോ വൈകിട്ട് അടി കിട്ടും. അങ്ങനെയൊക്കെയാണ് അന്നത്തെ ട്യൂഷൻ. ആരും ഒന്നും പറയില്ലല്ലോ, സാറന്മാർ അടിച്ചാലും ഒന്നും പറയില്ലായിരുന്നു. അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ 8:15 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ട്യൂഷന് കയറത്തില്ല. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ശ്രീജ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഭയങ്കര അടുത്ത കൂട്ടുകാരിയാണ് അവളും അവളുടെ അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിൽ ഞാൻ കയറി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരു 9:15 ആകുമ്പോഴത്തേക്ക് സ്കൂളിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിലാണെങ്കിൽ പൂച്ചയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ പൂച്ചയൊക്കെ എടുത്ത് വെച്ച് കളിച്ച് കുറച്ച് നേരം അവളോട് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. അപ്പം അന്ന് രാവിലെ ട്യൂഷന് കയറാത്തതിൻ്റെ അടി വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ആ സാറ് നന്നായിട്ട് അടിക്കുന്നൊരു സാറുമാരായിരുന്നു പണ്ടത്തെ എല്ലാവരും. അങ്ങനെ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ വീട്ടിൽ വരുന്ന ഒരു കാലം. പിന്നെയെന്ന് പറഞ്ഞാൽ ആ സമയത്തെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നമുക്ക് ഈ പീരീഡ്സൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെല്ലാം കോട്ടൺ തുണികളാണല്ലോ നമ്മൾ കഴുകി ഉണക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ദുർഘട സമയം എന്ന് വെച്ചാൽ ആ പീരീഡ്സ് ആവുന്ന സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം നടന്നു പോകണം. രാവിലെ ഏകദേശം 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വൈകിട്ട് തിരിച്ച് 6 മണിയാകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ അത്രയും സമയം ആ തുണിയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചവർക്കറിയാം. മിക്ക കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ പാഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ആ ഒരു സർക്കാർ സ്കൂളുകളിലുള്ള ബാത്റൂമിൻ്റെ ഒരു വൃത്തിയില്ലായ്മ, പിന്നെ നമുക്കതൊന്ന് മാറ്റണമെങ്കിൽ അതിന് പറ്റാത്തൊരു സാഹചര്യം, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ ഒരു കാലം ഓർക്കുമ്പോൾ തന്നെ എനിക്കത് ഓർക്കാൻ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു ജീവിതത്തിലെ ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാലും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് നല്ലതാണല്ലേ. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പാഡ്, അതേപോലെ തന്നെ കപ്പ് ഉപയോഗിക്കാം. മുതിർന്നവർക്ക് കപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഈ കപ്പൊക്കെ ഉപയോഗിക്കാൻ പേടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. കപ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാനത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. ഞാനിങ്ങനെ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന കാര്യമൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ. അപ്പം അത് വളരെ ഒരു കഷ്ടം പിടിച്ച കാര്യമായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ
ഫോണിൽ കൂടി കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അവർ 1-2 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ടും അങ്ങ് വിശ്വസിക്കുന്നു, അങ്ങനെ ചതി പറ്റുന്നു, അങ്ങനെയുള്ള കാലഘട്ടമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളിനോട് പ്രേമം തോന്നിയാൽ അത് മനസ്സിൽ ഇങ്ങനെ അടക്കി വെച്ചേക്കത്തേ ഉള്ളൂ. ആരോടും പറയില്ല. അവരുടെ പ്രേമം ഇങ്ങനെ മണ്ണിട്ട് മൂടി ചിലപ്പോൾ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുമാത്രമല്ല അന്നത്തെ എന്ന് പറഞ്ഞാൽ പ്രേമമായാലും ഭക്ഷണമായാലും എല്ലാം വളരെ പവിത്രമായിട്ടുള്ളതായിരുന്നു. ഇന്നത്തെ കാലത്തോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വയലുണ്ട്. അപ്പം അച്ഛൻ വിത്ത് അത് ചാക്കിലൊക്കെ വെച്ച് കിളിപ്പിച്ചതിന് ശേഷം അത് ആള് കാണും, വിതപ്പിച്ചിട്ട് അത് കുറേ നാൾ കഴിഞ്ഞ് അത് കൊയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ കറ്റയൊക്കെ അടിക്കാൻ വരുന്ന ആ ഒരു സമയത്ത് നമ്മളൊക്കെ ഭയങ്കര സന്തോഷമാണ്. കുറേ പേര് രാത്രിയൊക്കെ വന്ന് കറ്റ അടിക്കുന്നു. ആ സമയത്ത് അമ്മ കട്ടൻ ചായയും ചീനി പിഴിഞ്ഞതൊക്കെ അവർക്ക് കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം അവർക്ക് തന്നെ അതിൽ നിന്നും നെല്ല് കൊടുക്കുമല്ലോ, ഒരു ഭാഗം അവർക്ക് നെല്ലാണ് അന്ന് കൊടുക്കുന്നത് കൂലിയായിട്ട്. അവരെത്ര കൊയ്യുന്നോ അതിൻ്റെ ഒരു അളവ് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം അന്നത്തെ ആഹാരത്തിന് മായമില്ല, അന്നത്തെ സ്നേഹബന്ധത്തിന് മായമില്ല, അന്നത്തെ പ്രേമത്തിന് മായമില്ല, വഞ്ചനയില്ല, ചതിയില്ല. എന്നാലും ഒരു ചെറിയൊരു ഭാഗം കാണുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. ഒരു 30-35 വർഷത്തിന് പുറകിലോട്ട് ചീവീട് ഇരുന്ന് കരയുന്നു. ഈ ചീവീട് എന്നെ പറയാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നത് ഈ ഇലയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി നോക്കി, അപ്പോൾ ഇച്ചിരി ഒന്ന് കുറച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓണം വരാൻ പോവുകയാണല്ലേ. ഓണത്തിന് വെറൈറ്റി വീഡിയോസൊക്കെ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓണത്തിന് പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ തോട്ടിൻ കരയിൽ ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ പോയതിന് ശേഷവും ഒരു വാഴയിലയിൽ കുറേ കാർത്തിക മുള്ളുള്ള ഒരു ചെടിയുണ്ട്. ആ പൂ പറിക്കുന്നു, കലമ്പൊട്ടി പൂ പറിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കലമ്പൊട്ടി എല്ലാം തോട്ടിൻ്റെ കരയിൽ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മകളാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല നിമിഷങ്ങളാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ ഇന്നും മായാതെ കിടക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് അത്തവിടുന്നു. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂ കിട്ടാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഓണം എന്താണെന്ന് പോലും അറിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എന്നും വിഭവസമൃദ്ധമായ ആഹാരമാണ്. അവർക്ക് ഓൺലൈനിൽ നിന്ന് എന്നും ഡ്രസ്സുകൾ ഓർഡർ ചെയ്ത് വരുന്നു. അതുകൊണ്ട് പുതിയ കോടിയെന്നോ അല്ലെങ്കിൽ ഓണസദ്യയെന്നോ അങ്ങനെയുള്ള ഒന്നുമില്ല അല്ലേ. അപ്പോൾ പണ്ടത്തെ കാലമെന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളിലേക്ക് കുറച്ചെങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഈ വയലേലകൾ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ നെല്ല് എവിടെ നിന്നാണെന്ന് അറിയില്ല, അരിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പോലും കുട്ടികൾക്കറിയില്ല. അപ്പം അതൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് അതൊക്കെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അവർ എന്തൊക്കെയായാലും നമ്മുടെ കേരളം അല്ലേ, നമ്മുടെ കേരളവും നമ്മുടെ നാടും ആ മനോഹരമായ അതൊരു എന്താ പറയുന്നത്, എന്നെ പോലുള്ളവർക്കൊക്കെ എന്നും അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് അച്ചു എനിക്ക് സ്പെഷ്യലായിട്ട് കഴിക്കാനായിട്ട് മുട്ട ഇങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അതിൽ പൊട്ടിച്ചൊഴിച്ച ഒരു കറിയും അപ്പവും കൂടാണ് ഇന്നത്തെ എൻ്റെ കാപ്പി. അപ്പം അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങൾ പുറകാലെ പറയാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അതേപോലെ തന്നെ പ്രാർത്ഥന മുടക്കരുത് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് എൻ്റെ ജീവിതത്തിലുമുണ്ട്. ഞാൻ ഇന്ന് ഈ ഇത്രയും ഒരു ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഇത്രയും ഒരു എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. നമുക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിലും അത് എപ്പോഴും ഭഗവാനോട് നന്ദി പറയുക, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക. ആ നന്ദി പറയും തോറും നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ വരികയും നമുക്കത് കൂടുതൽ നമുക്ക് ആവാഹിച്ചെടുക്കാനും പറ്റും എന്നാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് വിഷമങ്ങളൊക്കെ കാണും, എന്നാൽ പോലും എന്തൊക്കെ ചെയ്തിട്ടും ഭഗവാൻ അനുഗ്രഹിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്തകളുടെ മനസ്സിൽ വരാതിരിക്കുക. അതേപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.